السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, എൻ്റെ ക്ലാസ്സുകൾ സശ്രദ്ധം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നമ്മുടെ വിഷയം ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തു വരുന്ന ഹിജാബ് ആയിക്കോട്ടെ. ഒരു 10 മിനിറ്റ്. ഹിജാബ് എന്താണ് അർത്ഥം? ടു വെയിൽ. ആണിനും പെണ്ണിനുമുണ്ട് ഹിജാബ്. ആണും പെണ്ണും ശാരീരികമായും മാനസികമായിട്ടും അവൻ്റെ മറ്റ് ചില ഫാക്ടേഴ്സ് പരിഗണിക്കുമ്പോഴൊക്കെ വ്യത്യസ്തരാണ്. രണ്ട് വിഭാഗത്തിനും 2 നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. പക്ഷേ മൊത്തത്തിൽ ഹിജാബ്, ആണിന് അള്ളാഹ് കൊടുത്ത ഹിജാബ് അവൻ്റെ കണ്ണ് കൺട്രോൾ ചെയ്യുക, ടു ഗേസ് ഡൗൺ, കണ്ണ് കൺട്രോൾ ചെയ്യുക, അന്യ സ്ത്രീകളെ നോക്കാണ്ടിരിക്കുക, അതുപോലെ മാന്യമായ ഡ്രസ്സ് ധരിക്കുക, അവന് നിർദ്ദേശിച്ചിട്ടുള്ള നിർബന്ധമായിട്ടുള്ള അവൻ്റെ ഔറത്ത് മറക്കുക, അതുപോലെ ഔറത്ത് മറക്കുമ്പോൾ അവിടെ അത് ലൂസായ ഡ്രസ്സ് ധരിക്കുക, ഇതുപോലത്തെ കാര്യങ്ങളാണ് ആണുങ്ങളെ ഹിജാബ്. പെണ്ണുങ്ങളെ ഹിജാബ് ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പല അർത്ഥതലങ്ങളുമുണ്ട്. അവളുടെ മോഡസ്റ്റി, അവളുടെ വിശ്വാസം, അവരുടെ എൻലൈറ്റ്മെൻറ്റ്. ഒരു പെണ്ണ് ഹിജാബ് ധരിക്കുമ്പോൾ അവൾ നല്ലൊരു വിശ്വാസിനിയായിരിക്കും, ഒരു ബോധമുള്ള സ്ത്രീ ആയിരിക്കും. മാത്രമല്ല ജീവിതത്തെപ്പറ്റി നല്ല കാഴ്ചപ്പാടുള്ള സ്ത്രീ ആയിരിക്കും. അവൾ പരലോകത്ത് സ്വർഗം ആഗ്രഹിക്കുന്നവളായിരിക്കും. ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം സ്ത്രീക്ക് ഹിജാബ് തനിയെ വരും. ഈ പറയപ്പെടുന്ന ഗുണങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഹിജാബ് സ്വതവേ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് പാരമ്പര്യമായിട്ട് ഹിജാബ് ചിലപ്പോൾ ധരിക്കും. ചിലപ്പോൾ ഹിജാബിൻ്റെ ലക്ഷ്യം തെറ്റിച്ചുകൊണ്ട് തലക്ക് തുണിയിടൽ, അല്ലെങ്കിൽ പേരിൽ ഹിജാബായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇസ്ലാമിക സമൂഹത്തിൽ പെട്ടുപോയല്ലോ, അവർ ഹിജാബ് ധരിക്കേണ്ടതല്ല എന്ന് നിലക്കുള്ള ഹിജാബായിരിക്കും. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും യഥാർത്ഥ രൂപത്തിൽ ശരീഅത്തിൻ്റെ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല മുസ്ലിമായി ജീവിക്കേണ്ടവരാണ്. നമ്മുടെ ലക്ഷ്യം ആത്യന്തികമായി ആഖിറമാണ്. സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നല്ല ഇസ്സത്തുള്ള നല്ല ഒരു ഭൗതിക ജീവിതം നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും ഖുർആൻ്റെ പ്രാർത്ഥന അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. നമുക്ക് ഒരു കോംപ്രഹെൻസീവ് ഉണ്ടല്ലോ പ്രാർത്ഥന. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. എന്തൊക്കെയുണ്ടോ ഭൗതിക ജീവിതത്തിൽ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ എനിക്ക് ഹസനത്ത് വേണമെന്നാണ് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. നല്ല ജീവിതം, സുഭിക്ഷമായ ജീവിതം, നല്ല മനസ്സമാധാനപൂർണ്ണമായ ജീവിതം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ആത്യന്തികമായി നമ്മൾ രക്ഷപ്പെടേണ്ട നമ്മുടെ വിജയപരാജയം എന്താണ്? ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകമോചനവും സ്വർഗപ്രവേശനവുമാണ് ആത്യന്തികമായി നമ്മുടെ വിജയം, നമ്മുടെ സക്സസ്. ഈ സക്സസ്സിന് മറ്റെല്ലാ ഘടകങ്ങളും സഹായകമായിരിക്കണം. ആ അർത്ഥത്തിൽ നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും യഥാർത്ഥ സ്വഭാവത്തിലുള്ള ആത്മീയമായ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, ഇസ്ലാമിൻ്റെ ഹിദായത്ത് പഠിപ്പിച്ചു തരുന്ന ആ ഹിജാബ് ധരിച്ചിരിക്കണം. ഞാൻ എന്താ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളും പറയുന്നത്? ആണുങ്ങൾക്ക് മാത്രമല്ല, ഒരു പുരുഷാധിപത്യമല്ല ഇസ്ലാമിലുള്ളത്. ആദ്യം നന്നാവേണ്ടത് ആണാണ്. ആണിലൂടെയാണ് പെണ്ണ് നന്നാവേണ്ടത്. ഒരു വീട്ടിൽ ആണ് യഥാർത്ഥ ഇസ്ലാമിക ബോധമുള്ളവനായിരിക്കണം. അതിലൂടെ ദീനുള്ള അവൻ്റെ കുടുംബം, അവൻ്റെ ഭാര്യ, അവൻ്റെ മക്കൾ. പുരുഷന് ദീനും അതുപോലെ തന്നെ ഇസ്ലാമിക വിജ്ഞാനവും ഇല്ലെങ്കിലോ ആ കുടുംബം
ചിലപ്പോഴൊക്കെ നന്നാവും, പക്ഷേ സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഹിജാബ് ചർച്ച ചെയ്യുന്ന പുരുഷന്മാർ, ഉസ്താദന്മാർ ആദ്യം സ്വന്തം ഹിജാബിനെ പറ്റിയുള്ള ബോധമുണ്ടായിരിക്കണം. 2, ഇസ്ലാം നിഷ്കർഷിച്ച ഏറ്റവും ചുരുങ്ങിയത് ആ ഹിജാബ് എന്തായിരിക്കണം? മുഖവും മുങ്കയും മറ്റ് അലങ്കാര വസ്തുക്കളൊക്കെ ഒഴിവാക്കിയിട്ട്, മുഖവും മുങ്കയും മാത്രമല്ല അലങ്കാരം, മുഖം നമ്മൾ തുറക്കുന്നു, പക്ഷേ അവിടെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ തേച്ച് മിനുക്കി ഭംഗി പ്രദർശിപ്പിക്കുന്നെങ്കിലോ അത് പിന്നെ അലങ്കാരത്തിലുള്ള മുഖമാണല്ലോ. ഈ മുഖവും മുങ്കയും ഒഴിവാക്കി ബാക്കിയെല്ലാം ആകർഷണീയമല്ലാത്ത ഡ്രസ്സ് ധരിക്കണം. നല്ല ഡ്രസ്സ് ധരിക്കാം. ആകർഷണീയമാകുമ്പോൾ അതും പിന്നെ അതിൻ്റെ അകത്തൊരു ആകർഷണീയത വരുന്നല്ലോ. ഇതാണ് ഇസ്ലാമിൻ്റെ എസൻസ് ഓഫ് ഹിജാബ്. ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള ഹിജാബ് അതാണ്. അത് തലക്ക് തട്ടമിടുന്നതല്ല, അല്ലെങ്കിൽ തലക്ക് തട്ടമിട്ടിട്ട് നെഞ്ചും മറ്റു ഭാഗങ്ങൾ കാണിക്കുന്നതല്ല ഹിജാബ്. മറിച്ച് വലിയറിബിന് ബിഹുമരിഹിൻ അല ജുയൂബിഹിൻ, അവളുടെ ഹിമാർ, വെയിൽ, ആ മക്കൻ ഉപയോഗിച്ചുകൊണ്ട് ജുയൂബ് ഷുഡ് ബി കവേർഡ് ഹർ ബോസംസ്, അവളുടെ കഴുത്തും മാറിടവും മറച്ചിരിക്കുന്ന ഏറ്റവും മാന്യതയുടെ ഒരു പ്രതീകമാണ് ആ ഡ്രസ്സ്. സ്ത്രീകൾ അടിസ്ഥാനപരമായി കാണിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങളൊക്കെ അവിടെ മറയുന്നുണ്ട്. മാന്യമായ ഡ്രസ്സ്, അതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് ആകർഷണീയമാകുന്ന അവരുടെ കഴുത്തും മാറിടവും മറക്കുന്ന സ്വഭാവത്തിലുള്ള ഹിജാബാണ് ധരിക്കേണ്ടത്. ഇനി മുഖം മറക്കലോ അഫ്സലാണ്, നിഖാബാണ്. അഫ്സൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് കൂടുതൽ. പക്ഷേ ഇന്ന് ചില പ്രത്യേക സാമൂഹ്യ പശ്ചാത്തലം നമ്മൾ സ്കൂളിൽ അയക്കുമ്പോൾ നമ്മുടെ ജോലി അവസ്ഥയിലേക്ക് പലപ്പോഴും നിഖാബ് ധരിക്കാൻ പറ്റില്ല. പക്ഷേ മാന്യമായ ഹിജാബ് ധരിക്കുകയാണെങ്കിലോ അതും മതിയാകും. പക്ഷേ മാന്യമായി ധരിക്കുന്ന കൂട്ട് കുറവാണ്. സ്കൂളിൽ മാത്രം യൂണിഫോം നമ്മൾ നടപ്പിലാക്കുന്നു. പക്ഷേ സ്കൂളിൽ മാത്രമാണോ നമ്മൾ നന്മകൾ കാണിക്കാൻ വേണ്ടി നമ്മൾ മുസ്ലിം സ്കൂളുകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ഹിജാബ് പെൺകുട്ടികൾക്കുണ്ട്. പക്ഷേ ആ ഹിജാബ് അവരുടെ വ്യക്തി ജീവിതത്തിലോ അവരുടെ ഫങ്ഷൻസുകളിലോ അവരുടെ മറ്റ് ചുറ്റുപാടുകളിലോ ഒന്നും കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹിജാബ് ചോദ്യം ചെയ്യപ്പെടും. പരിപൂർണമായ ഹിജാബ് ധരിക്കുന്നവർ ചിലപ്പോൾ എക്സ്ട്രീമിസ്റ്റ് തീവ്രവാദികൾ, ദീനിൻ്റെ സനാതന മൂല്യങ്ങൾ ചർച്ച ചെയ്യുന്നവർ ഫണ്ടമെൻ്റലിസ്റ്റുകൾ. നമ്മളൊക്കെ ഫണ്ടമെൻ്റലിസ്റ്റാണല്ലോ, ഫണ്ടമെൻ്റൽ ബിലീഫ്സ് ഉള്ളവരാണ്. സത്യം സത്യം നായി തന്നെ പറയണമെന്നുള്ള ആശയമല്ലേ. സത്യം സത്യമായി ഉൾക്കൊള്ളുകയും ആക്കേണ്ടി വരുമല്ലേ. അപ്പോൾ ഇങ്ങനെ ഭൂരിപക്ഷം നടപ്പിലാക്കുന്നില്ല, കുറച്ച് കൂടുതൽ മാത്രം നടപ്പിലാക്കും, അത് പ്രത്യേക ചില ഏരിയകളിൽ മാത്രം. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം വരും. അത് ഭാഗികമായ ഇസ്ലാമല്ല, സമ്പൂർണ്ണമായ ഇസ്ലാമാണ് നമ്മൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്, നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. അങ്ങനെ എന്തായി മാറണം? നമ്മൾ മറ്റ് സമൂഹത്തിന് കദാലിക ജഅൽനാകും ഉമ്മതൻ വസ്വതൻ ലിതകൂനു ശുഹദാ അലന്നാസ്, മറ്റു കൂട്ടർക്ക് നമ്മുടെ സാക്ഷികളായി മാറണം. നമ്മുടെ മോഡസ്റ്റി, നമ്മുടെ ജീവിത വിശുദ്ധി, നമ്മുടെ സാമ്പത്തിക വിശുദ്ധി, നമ്മുടെ ചിന്താപരമായ വിശുദ്ധി, നമ്മുടെ ആദർശ വിശുദ്ധികളൊക്കെ ജനങ്ങളെ മുമ്പിൽ വെക്കുമ്പോഴാണ് ആ ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നത്. മറിച്ചാണെങ്കിലോ അവർ സ്വാഭാവികമായി ചിന്തിക്കും, അവർക്കെന്താ മുസ്ലിങ്ങൾക്ക് പ്രത്യേകത? അവർ മറ്റ് സ്ഥലങ്ങൾക്കൊന്നും അവർ ഹിജാബ് ഇടുന്നില്ല, സ്കൂളിൽ എത്തുമ്പോൾ മൊത്തം ഒരു ഹിജാബ്. അപ്പോൾ ഇത് കാരണം നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നപ്പോഴാണ് നമ്മളായി ജീവിക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ നമ്മൾക്കൊരു വിലയുണ്ടാവില്ല. അതാണ് ഉമർ അള്ളാഹുവിനെ പറഞ്ഞത്, നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. നമ്മളൊരു ഉമ്മത്താണ്, ഒരു സമൂഹമാണ്. അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അള്ളാഹു നമ്മൾക്ക് പ്രതാപം നൽകി. ഫമഹ്മ ബതഗൈനൽ ഇസ്സത ബിഗൈരിഹി അദല്ലന അല്ലാഹ്. നമ്മൾ ഇസ്ലാം അല്ലാത്ത ഒരു പ്രത്യയശാസ്ത്രം, ഒരു ചിന്ത, അല്ലെങ്കിൽ വഴി സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഇസ്സത്ത് ഉണ്ടാവില്ല, നമുക്ക് പതിത്വം ഉണ്ടാവുകയുള്ളൂ. ഭീരുത്വവും പതിത്വവും ഖുർആൻ വ്യക്തമായി പറഞ്ഞു, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. ഡോണ്ട് ബി ഫീബിൾ ആൻഡ് ഡോണ്ട് ബി വീക്കൻ ആൻഡ് ഡോണ്ട് ഗ്രീവ്. യു ആർ ദ സുപ്പീരിയർ വൺ ഇഫ് യു ആർ എ റിയൽ മുസ്ലിം. നമ്മൾ യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ, യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ നമ്മളാണ് എല്ലാ ഇസ്സത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ധ്വജവാഹകർ. പക്ഷേ നിർഭാഗ്യവശ അതില്ലല്ലോ. അതുകൊണ്ടാണ് കൂടുതലും നമ്മൾക്കെതിരായിട്ട് സത്യത്തിൻ്റെ
ഇരുട്ടിൻ്റെ വക്താക്കൾ ശബ്ദിക്കുന്നത്. എന്തുകൊണ്ട്? നമ്മളും ഭാഗികമായ സത്യത്തിലും ഭാഗികമായ ഇരുട്ടിലുമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഇസ്സത്ത് നമ്മൾക്ക് മടക്കി കിട്ടണമെങ്കിൽ അത് ഖുർആൻ പറയുന്നു, എന്തറിയോ, നമ്മളെ ആരും ദ്രോഹിക്കാണ്ടിരിക്കണമെങ്കിൽ, നമ്മൾക്കെതിരായി ആരോപണങ്ങളും നമ്മൾക്കെതിരായി നമ്മുടെ ധാർമ്മികത ചോദ്യം ചെയ്യുന്ന അവസ്ഥയും ഇല്ലാണ്ടാവണമെങ്കിൽ വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുക്കും കൈദുഹും ഷൈഅ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ച ആ ഉഹദ് യുദ്ധ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്താണ്. അവിടെ ഇസ്ലാമിനെതിരായും സഹാബത്തിനെതിരായും പ്രവാചകർക്കെതിരായും നടന്ന ചില ഗൂഢാലോചനകൾ അത് തടുക്കാൻ വേണ്ടി ആ ഖൈറ് ഉമ്മത്തിനോട് അള്ളാഹു കൽപ്പിച്ചെന്താ? ഖുർആനിലൂടെ വൈൻ തസ്ബിറു, നമ്മൾക്ക് ആദ്യമുണ്ടാവേണ്ട ക്ഷമയാണ്. എടുത്തുചാട്ടം പാടില്ല. ഇമ്പൾസീവ്നെസ്, എടുത്തുചാട്ടം, വിവേകശൂന്യമായ പ്രതികരണം, എടുത്തുചാട്ടം പാടില്ല. ഏത് വിഷയത്തിലും നല്ല പക്വതയോടു കൂടിയുള്ള നിലപാടുകൾ, സംസാരങ്ങൾ, ഇടപെടലുകൾ വേണം. വൈൻ തസ്ബിറു, രണ്ടാമത് വതത്തഖു, സൂക്ഷ്മത ജീവിതത്തിൽ മൊത്തത്തിൽ എല്ലാ മേഖലയിലും, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, മത സാംസ്കാരിക അല്ലെങ്കിൽ കലാ സാംസ്കാരികം, എല്ലാ സ്ഥലത്തും നമ്മൾ തഖ്വ സ്വീകരിക്കണം. എങ്കിൽ നമ്മളായിരിക്കും അൻതുമുൽ അഅ്ല, നിങ്ങളാണ് ഏറ്റവും സുപ്പീരിയർ എന്ന് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ വൈൻ തസ്ബിറു വതത്തഖു ലാ യളുറുക്കും കൈദുഹും ഷൈഅ, അവർ ആരൊക്കെയുണ്ടോ സത്യത്തിനെതിരായി നിലകൊള്ളുന്നവർ, ഏത് പ്രസ്ഥാനമായിക്കോട്ടെ, ഏത് ആശയമായിക്കോട്ടെ, ഏത് മതവിഭാഗമായിക്കോട്ടെ, ഏത് പ്രതിശാസ്ത്രമായിക്കോട്ടെ, സത്യത്തിനെതിരായി നിലകൊള്ളുന്നവർ, അവരുടെ പ്ലോട്ടുകൾ, അവരുടെ കോൺസ്പിറസികൾ ഒന്നും നടപ്പിലാകും, നിങ്ങൾ ബുദ്ധിമുട്ടിക്കൂല. ലാ യളുറുക്കും കൈദുഹും ഷൈഅ. ആ നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഹിജാബിൻ്റെ വിഷയത്തിൽ നമ്മുടെ സ്വന്തം ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തിക്കൊണ്ട് എല്ലാവരും ആ പരിപൂർണമായ ഇസ്ലാമിൻ്റെ വിശുദ്ധി സ്വീകരിക്കുക, ആ പരിപൂർണമായ ഇസ്ലാമിൽ പ്രവേശിക്കുക. എന്നിട്ടായിരിക്കണം നമ്മൾ ഈ വക ചർച്ചകൾ മുന്നോട്ട് വെക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് നല്ല ലക്ഷ്യബോധമുള്ള ബോധമുള്ള മുസ്ലിമായി ജീവിക്കുവാനും നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.